കോടതിക്ക് പുറത്തുനിന്ന് പാലക്കാട് കോടതിക്ക് പുറത്തുനിന്ന് സോണൽ കൃഷ്ണ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, കോടതി വിധിയുടെ ആദ്യ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വധശിക്ഷയിലേക്കാണ് വിധി നീളുന്നത് എന്നത് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. പ്രതിഭാഗം മുന്നോട്ട് വെച്ച ഓരോ ആവശ്യങ്ങളും കോടതി തള്ളുന്നതും വ്യക്തമായിരുന്നു. അങ്ങനെ സാഹചര്യ തെളിവുകൾ വെച്ച് വധശിക്ഷ വിധിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് നിർണായകമായ വധശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് കോടതി എത്തിയത്. തീർച്ചയായിട്ടും അത് പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് കോടതി കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഉൾപ്പെടെയെല്ലാം തള്ളിക്കൊണ്ടാണ് അത്തരമൊരു വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്തായാലും 20 ലക്ഷം രൂപ പിഴ കൂടി അടയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ തുക ഈ 2 കുട്ടികൾക്കാണ് നൽകേണ്ടത്. അത് ചെന്താമരയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സർക്കാർ നൽകണമെന്നുള്ള നിർദ്ദേശം കൂടി 20 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകേണ്ടത്. ശിക്ഷാവിധിയിൽ അതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ചെന്താമരയ്ക്ക് നൽകാൻ സാധിച്ചില്ല എങ്കിൽ അത് സർക്കാർ നൽകണമെന്ന പ്രഖ്യാപനം കൂടി ഉണ്ടാവുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാമ, എനിക്ക് തോന്നുന്നു ഈ ഗ്രീഷ്മ ആണ് ഏറ്റവും അവസാനമായി ഇവിടെ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതി എന്ന് പറയുന്നത്. അതിനുശേഷം നിർണായകമായ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് അരങ്ങേറിയത് നെന്മാറ പോത്തുണ്ടിയിൽ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശേഷം വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു. മധു, 2025 ജനുവരി മാസം 27-നാണ് ഈ ഇരട്ട കൊലപാതകം പോത്തുണ്ടി ബോയൻ നഗറിൽ നടക്കുന്നത്. അന്ന് കൊല്ലപ്പെടുന്നത് 2 ജീവനുകളാണ് അന്ന് നഷ്ടപ്പെടുന്നത്. ആ കൊലപാതകം നടത്തിയത് ചെന്താമര എന്ന കൊടും കുറ്റവാളിയാണ്. ആ കൊടും കുറ്റവാളി ആ കുറ്റകൃത്യം നടത്തിയത് അദ്ദേഹത്തിന്റെ കുടുംബം തകരാനുള്ള കാരണം ഈ കുടുംബമാണ് എന്ന സംശയത്തിലാണ്. അതിന്റെ ഭാഗമായി ആദ്യം സജിതയെ കൊല്ലുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി നടത്തുന്നു. അങ്ങനെയുള്ള ഒരു കൊലപാതകം നടത്തുമ്പോൾ അത് അപൂർവമാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള അപൂർവമായ കൊലപാതകം നടത്തിയ നരാധമന് തൂക്കുകയർ തന്നെ നൽകാൻ കോടതി തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. വധശിക്ഷ വിധിക്കുന്നു. അത് BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ 103(1) വകുപ്പനുസരിച്ച് കൊലപാതക കുറ്റത്തിനാണ് വധശിക്ഷ നൽകുന്നത്. അങ്ങനെ വധശിക്ഷ നൽകുമ്പോൾ ആ വധശിക്ഷ ഹൈക്കോടതി ശരിവെക്കേണ്ടതുണ്ട്.